നമ്മുടെ ഷിഫ ഓഡിറ്റോറിയത്തിലാണ്, പെരിന്തമണ്ണ ഷിഫ ഓഡിറ്റോറിയത്തിലാണ്. ഇന്നലെ രാത്രി 8 മണിക്ക് വന്നാണ്. പണിയൊക്കെ കഴിഞ്ഞ എൻ്റെ ആശാനാണ്. എനിക്ക് തുടക്കത്തിൽ പണി പഠിപ്പിച്ച ആളെ 20 വർഷത്തിന് ശേഷം മൂപ്പരെ കണ്ടോ. അതുകൊണ്ട് നമ്മളൊരു 8ാം ക്ലാസ് മുതലേ പരിചയം. ഞാൻ 8ാം ക്ലാസ് പഠിച്ചപ്പോഴാണ് ജോണിയുടെ കൂടെ 3 വർഷം പണിയെടുത്തിരുന്നു. അപ്പം അത് കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷം ഞാൻ കാറ്ററിങ്ങിൻ്റെ പണി ഒന്നും പാടിയും പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചെടുത്തിപ്പോൾ ഇന്നലെ വിളിച്ചു. ബാക്കിയുള്ളവരൊക്കെ പണിയെടുത്ത് കൊടുക്കാൻ ഞങ്ങളിപ്പോൾ ഒന്ന് കുളിച്ച് മാറ്റി ഫ്രഷായി നിൽക്കുകയാണ്. ഒരു 1500 ആളെ പരിപാടി കഴിഞ്ഞാണ്ട്. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു? പിന്നെ ചിക്കൻ ഷാജഹാനി, ഷായ് കുർമ, മഷ്റൂം മസാല, പനീർ ബട്ടർ മസാല, ഗീ റൈസ്, നൂൽ പൊറോട്ട, കുട്ടിപ്പുട്ട്, കപ്പ, മീൻകറി, പിന്നെ പുഡിങ്, ചോക്ലേറ്റ് പുഡിങ് വിത്ത് ഫ്രൂട്ട് സലാഡ്, ഐറ്റം വെറൈറ്റി ടീസ്, വെറൈറ്റി ജ്യൂസസ് എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ ദോശ, വെറൈറ്റി ദോശകളുണ്ട്, ഒരു 8-10 തരം ദോശ. ഏതായാലും ഇതിൻ്റെ ബാക്കിലായിട്ട് വീഡിയോകൾ ഏതായാലും എല്ലാം വരുന്നുണ്ട്. ഓരോന്നും ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് ഓരോന്നൊരു വീട്ടിലേക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഇതിൻ്റെ ബാക്കിലായിട്ട് അടുത്ത വീഡിയോകളായിട്ട് ഓരോന്നോരോന്ന് വരും. കാരണം നമ്മുടെ മലപ്പുറത്തുള്ള ആൾക്കാർക്ക് ഷാജഹാനി ചിക്കൻ കറി, പിന്നെ വെയിറ്റുള്ള ഷായ് കുർമ, മഷ്റൂം മസാല, പനീർ ബട്ടർ മസാല, പിന്നെ നമ്മളെ കോട്ടയം ശൈലി മീൻ കറി ഒന്നും വല്ലാതെ അറിയണ്ടാവില്ല. അതൊരു വീട്ടിലേക്ക് ഒരു 8 ആൾക്ക് 5 ആൾക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അടുത്ത വീഡിയോകൾ വരും. ഇത് 10 മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് ഇന്നത്തെ മൊത്തം പാർട്ടി വരും. ഏതായാലും ഇതാണ് എൻ്റെ ആശാന്. അപ്പോൾ അതാണ് ജോണേട്ടന്. ഇത് ഉസ്മാന്, സംസു, പിന്നെ ഞാൻ, പിന്നെ എൻ്റെ പെങ്ങളെയൊക്കെ ക്യാമറ എടുത്താൽ ഓനു. നമുക്ക് ക്യാമറമാനും എഡിറ്ററൊന്നും ഇപ്പോൾ ഇല്ല. ആ കുറവുകൾ കുറേ ഉണ്ടാവും വീഡിയോയിൽ. പതിയെ ഇങ്ങനെ ശരിയാക്കി എടുക്കുക. കാരണം നമ്മൾ പെട്ടെന്നുണ്ടായ എൻ്റെ ചാനൽ തുടങ്ങലാണ്. കാരണം എൻ്റെ നാടായ കൂണ്ടങ്ങാടി പഞ്ചായത്തിൽ എൻ്റെ ചങ്ങായിമാർക്കല്ലാതെ വേറെ ആർക്കും ഞാൻ അങ്ങനെ കാറ്ററിങ് ചെയ്യേണ്ടതും കാര്യങ്ങളും അറിയില്ല. അപ്പോൾ അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ജോണേട്ടനോട് പറഞ്ഞു, ജോണേട്ടൻ അങ്ങനെ ചാനൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു നല്ല കാര്യമാണ്, ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ നമ്മളെ ഏർപ്പാടൊക്കെ എല്ലാവരും അറിയുള്ളൂ. അങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ മൂപ്പരോട് ഞാൻ പറഞ്ഞു കാറ്ററിംഗ് ആണ് ഞാൻ മെയിനായിട്ട് ഞാൻ യൂട്യൂബിൽ ചാനൽ തുടങ്ങാത്തതിൻ്റെ കാരണം കാറ്ററിംഗ് ഇന്ന് അറിയാത്ത ഇടയ്ക്ക് ഞാൻ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയാണ്. അങ്ങനെ കൃത്യം ഞങ്ങളൊരു വൈകുന്നേരം ഒരു 6 മണി അപ്പോൾ അവിടെ 6 മണി എത്തിയാണ്ട് ഒരു 12 ആയപ്പോഴത്തിന് ഒക്കെ റെഡി ആയി കഴിഞ്ഞാൽ കടന്നു തുടങ്ങാൻ പ്ലാനിങ്ങില്ല. അതേമാതിരി തന്നെ പ്ലാനിങ് നടന്നു. 3 ചാക്ക് ഉള്ളി ഒളിച്ച് വെച്ചു. പിന്നെ പിറ്റേന്നേക്കുള്ള പൂളിയും കാര്യങ്ങളും പച്ചക്കറിയും പലതൊക്കും ഒക്കെ എത്തിയിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തിയാണ് കടന്നു തുടങ്ങി. കൃത്യം രാവിലെ 5 മണിയായപ്പോൾ നീച്ചാണ് പരിപാടി തുടങ്ങി. ഒരു 10:30-11 ആകുമ്പോഴത്തേന് എല്ലാ സാധനം സെറ്റാക്കി 11 ആയപ്പോൾ തുടങ്ങി. ഇത് ചിക്കൻ ഷാജഹാനിക്കുള്ള ഉള്ളി വാട്ടാണ്. ഇതതിൻ്റെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയത് ഇതാണ്, കോക്കനട്ട് വിത്ത് കസ്റ്റേർഡ്. ഡെസേർട്ടിക്ക് വേണ്ട സാധനം. ഡെസേർട്ടിൽ കോക്കനട്ട് വിത്ത് കസ്റ്റേർഡും അതേമാതിരി കട്ട് ഫ്രൂട്ട്സ്, പിന്നെ വെറൈറ്റി ചായ ഒക്കെയായിരുന്നു. ഇതാണ് ലാസ്റ്റ് പുഡിങ്ങിൻ്റെ ലാസ്റ്റ് ഇതാണ്. കോക്കനട്ട് ഒഴിച്ച് പുഡിങ്ങിനുള്ള ഇത് കസ്റ്റേർഡ് ഒഴിച്ച് അതിൻ്റെ മേലെ തേങ്ങ കാഷ്നട്ടൊക്കെ പൊരിച്ച് കൊണ്ടിടും. ഇത് വൈകുന്നേരം 4 മണിക്ക് കൊടുക്കുകയാണ്. മെയിൻ കോസ്റ്റ് ഉള്ളിയല്ല, ഈ വോയിസിലുള്ള മെസ്സേജ് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കണേ, എന്താ പറയുക, വീഡിയോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കുറവുകൾ ഇതിലുണ്ടാവും. പിന്നെ എഡിറ്റിങ്ങിൻ്റെ കുറവുണ്ടാവും. എഡിറ്റ് ചെയ്യേണ്ടത് എൻ്റെ വൈഫാണ്. ക്യാമറ എടുക്കേണ്ടത് പെങ്ങളെ ഇറക്കാനാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറവുകളുണ്ടാവും. ഇത് മീൻ മുളക് കിട്ടണം. നമ്മളെ കോട്ടയം സ്റ്റൈലിലൊക്കെ ഉണ്ടാവില്ലേ, മീൻ മുളക് കിട്ടതും കപ്പയും. നമ്മളെ നാട്ടിൽ പൂള പറയും, പോലെ കപ്പ എന്ന് പറയും. ലാസ്റ്റ് ആയിക്കാണ്ട് മീൻ കഷ്ണം ഇടാണ്. എന്തെങ്കിലും കുറവുകളൊക്കെ ഉള്ളത് എന്തായാലും എല്ലാവരും തീർച്ചയായും ചൂണ്ടിക്കാട്ടുന്നുള്ള പ്രതീക്ഷയിലാണ്. ഓരോ കുറവ് ഇങ്ങനെ നികത്തി വരാം. കാരണം ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്ടോ അല്ലെങ്കിൽ ഓൺ വോയിസ് അല്ലാതെ മെസ്സേജ് ഇട്ടാണോ എനിക്കല്ല. ഇതന്ന് അവിടെ ഷിഫ ഓഡിറ്റോറിയത്തിൽ നമ്മളെ മലപ്പുറം ഫൈഫാൻ്റെ ടീം എന്നാണ്. അവർക്ക് അന്ന് രാവിലെ 11 അവൾക്ക് വേറെ ഓർഡർ ഉണ്ട്. ഇതാണ് വെറൈറ്റി ആയിക്കാണ്ട്, എന്താ അതിൻ്റെ പേര് ഇപ്പോൾ ഞാൻ മറന്നു, എന്താ കുട്ടിപ്പുറ്റോ എന്തോ സാധനം. ഇത് വൈകുന്നേരം 5 മണിക്കുള്ള മൈദ കുഴക്കാണ്. 3 ആളുടെയും നൂൽ പൊറാട്ടയ്ക്ക് 75 കിലോ മൈദ കുഴച്ചാലുള്ള നൂൽ പൊറാട്ടയാണ്. അവർ പണി ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് മാവ് ടൈറ്റായി കുഴക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ നേരം ഉണ്ടെങ്കിൽ കുറച്ച് മാവ് ടൈറ്റായി കുഴക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാണെങ്കിൽ കുറച്ച് ലൂസായാലും കുഴപ്പമില്ല. കുറേ ഉണ്ടാകുമ്പോൾ ലൂസായി കഴിഞ്ഞാൽ ആകെ ചപ്പാത്തി മുകളിലാവും നൂൽ പൊറാട്ടയും. ഓല ഏകദേശം ഒരു 3 മണിയായപ്പോൾ ചുടൽ തുടങ്ങി നൂൽ പൊറാട്ട നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. ടോപ്പ് നൂൽ പൊറാട്ട ഒക്കെ പണിക്കാർ കാറ്ററിംഗുകാർ പോകുന്ന പണിക്കാരാണ്. ഇപ്പോൾ കാറ്ററിങ്ങിൻ്റെ പണിക്കാർ ഒരുവിധം ഹോട്ടൽക്കാരും പണിക്ക് പോകില്ല. കാരണം കാറ്ററിങ്ങിന് അത്യാവശ്യം ഉണ്ടാവും. ഇത് സാമ്പാറിനുള്ള പരിപ്പ് വെച്ചു. പിന്നെ ടിഫിൻ സാമ്പാറാണ്. പരിപ്പ്
ക്യാരറ്റ്, മത്തന്, പിന്നെ മുരിങ്ങാക്കായ്. അതാണ് ഇതിനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ പരിപ്പും. ഇത് വെയിറ്റുള്ള ഷാജഹാനിക്കുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കുന്നത്. അതാണ് എൻ്റെ ആശാനെ വല്ല പഠിപ്പിച്ചില്ല. ആശാനെ പഠിപ്പിച്ചാൽ വേണ്ടി ഞാനും സംസും ഉസ്മാനും പരമാവധി ശ്രമിച്ചു ആശാനെ വല്ല പടില്ലാതെ നിൽക്കാൻ വേണ്ടി. എന്തായാലും ഈ വോയിസിൽ കുറേ ഫോൾട്ടുകൾ ഉണ്ടാകും. ആ ഫോൾട്ടുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത് വരും വീഡിയോകളിൽ ഞാൻ ഒന്ന് നികത്തും. ഇപ്പം നമ്മൾ തുടക്കമായതുകൊണ്ടുള്ള കുറേ ഇതാണ്. ഇതൊരു 2-3 ഐറ്റം വെറൈറ്റി ചട്നി ഉണ്ടായിരുന്നു. പുതിന ചട്നി, കാരച്ചട്നി, തേങ്ങ ചട്നി. ആ പുതിന ചട്നി, കാരച്ചട്നിയും തേങ്ങ ചട്നിയും സാമ്പാറും ദോശയൊക്കെയാണ്ട് നമ്മൾ രസാക്കാൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഇതിൻ്റെ ബാക്കിൽ വരും. വൈകുന്നേരം ഒരു പരിപാടി അന്നൊരു 5:45-6 തുടങ്ങും. പക്ഷേ 8:30 മണിയാകുമ്പോൾ 1500 ആൾ ഭക്ഷണം കഴിച്ചു പോയി. അതിന് മെയിനായി കാണുന്ന നമ്മൾ മെനു വന്നിരുന്നത് പൂള മീൻകറി, പിന്നെ നെയ്ച്ചോറ്, ചിക്കൻ ഷാജഹാനി, പിന്നെ മഷ്റൂം മസാല, പനീർ ബട്ടർ മസാല, ചിക്കൻ വൈറ്റ് റോസ്റ്റ്, ചായക്കുറുമ, കോഴി പൊറാട്ട, ദോശ, നെയ്ച്ചോറ്. ഇതാണ് പനീർ ബട്ടർ മസാല. ഒക്കെ ഈ പനീർ ബട്ടർ മസാല, അതേമാതിരി മഷ്റൂം മസാല, വൈറ്റ് റോസ്റ്റ്, ചായക്കുറുമ, ചിക്കൻ ഷാജഹാനി, അതേമാതിരി ഹൈദരാബാദി ചിക്കൻ കറി, അങ്ങനെ ഓരോ സാധനം. ഇതൊക്കെ ബൾക്കായി 1500 ആൾ ഉണ്ടാക്കേണ്ടത്. ഒരിക്കലും നമുക്ക് വീഡിയോ ചെയ്യാൻ വല്ലാതെ കഴിയില്ല. എന്തായാലും എൻ്റെ വീട്ടിലുള്ള പെങ്ങന്മാർക്കും വേണ്ടി ഞാനൊരു 5 ആൾക്ക് 6 ആൾക്കുള്ള എല്ലാ സാധനം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ വീട്ടിലുള്ള കിച്ചൺ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അതായി കഴിഞ്ഞാൽ എല്ലാ സാധനം ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ മാഗി ആ മാഗി അങ്ങനെ അല്ലാതെ വലിയ നൂഡിൽസ് എങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ, അതേമാതിരി റൊമാൽ റൊട്ടി, കുറേ സാധനങ്ങൾ എനിക്ക് കണ്ടിട്ടുണ്ട്. ചില്ലി ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, കടായി ചിക്കൻ, ബട്ടർ ചിക്കൻ, ചിക്കൻ മഞ്ചൂരി, ചിക്കൻ ഹൈദരാബാദി, പിന്നെ ചിക്കൻ 65, പിന്നെ ചിക്കൻ ലോലിപോപ്പ്, ചിക്കൻ CDF, അങ്ങനെ കുറേ ഉണ്ട്. ഒരു ഹോട്ടൽ ഫീൽഡിൽ ഞാൻ 18 കൊല്ലം നിന്ന് എക്സ്പീരിയൻസ്. എന്തായാലും നമ്മുടെ വീട്ടിലുള്ള പെങ്ങന്മാർക്കും ഉമ്മമാർക്കും വേണ്ടി ഒരു 5 ആൾക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ വരും. വീഡിയോകൾ എന്തായാലും പ്രതീക്ഷിച്ചോളൂ. അത് മെയിനുള്ള സാധനങ്ങൾ സെറ്റാക്കുള്ളൂ. അതിൻ്റെ കൂടെ മെയിനായിട്ട് ഇപ്പോൾ എന്താ വെച്ചാൽ നോമ്പ് കഴിഞ്ഞാണ്ട് കട തുടങ്ങിയിട്ട് കട ഇങ്ങനെ സെറ്റായി വരുന്നുള്ളൂ. ഓരോരോ പരിപാടി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകൾ കുറേ ഉണ്ട്. ആ പരിപാടി കഴിഞ്ഞിട്ട് വേണം യൂട്യൂബിൻ്റെ പരിപാടി നമുക്ക് മെയിനായിക്കാണ് നിൽക്കാം. അപ്പോൾ യൂട്യൂബിൻ്റെ പരിപാടി പാർട്ട് ടൈം വരെ ചെയ്യാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഓരോ പ്രശ്നങ്ങളുണ്ട്. ഏതായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുക്കും എൻ്റെ വീഡിയോ എത്തിക്കണം, കമൻറ്റ് ചെയ്യിപ്പിക്കണം, ലൈക്ക് ചെയ്യിപ്പിക്കണം. ഇപ്പോൾ ഒരു 13.4 വ്യൂവേഴ്സായി. മൊത്തം ഒരു 465 സബ്സ്ക്രൈബറായി. ഒരു 560 വാച്ച് അവറായി. എന്തായാലും ഇനി സിൽവർ ബട്ടനെ കിട്ടാൻ ഒരു മാസം കൊണ്ട് കിട്ടും പ്രതീക്ഷിക്കണം. അത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കണം. സംസാരത്തിനുള്ള ശൈലി അതേമാതിരി പറഞ്ഞേ വീണ്ടും പറയുകയാണെങ്കിൽ എന്തെങ്കിലും പരാതികളുടെ കമൻറ്റ് ചെയ്യാൻ പ്രതീക്ഷിക്കണം. അപ്പോൾ കൂടലങ്ങാടി പഞ്ചായത്തിലുള്ള ആർക്കെങ്കിലും കാറ്ററിംഗ് സംബന്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക. എൻ്റെ നമ്പർ 62 38 66 02 75 പിന്നെ എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ സൈൻഡ് ഓഫ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഓൾ.